അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കൊല്ലത്തോളം നടന്നു വരുന്ന ഇൻസോഫിൻ എന്ന വേദിയിലാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. അതിന് രണ്ടു വാക്ക് സംസാരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഏറ്റവും ഉറക്കെ സംസാരിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊരു ജീവിക്കാനുള്ള അവകാശം ഇല്ലാതായിട്ട് പോലും ലോകം മനം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രത്യേകമായി ലഭിക്കേണ്ട അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും നീതിക്കും ഭക്ഷണത്തിനും എല്ലാമുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. പണവും പ്രതാപവും ഉള്ളവർക്ക് മാത്രം ഇതെല്ലാം ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് ഇത് നിഷേധിക്കും ചെയ്യുന്നത് പച്ചയായ മനുഷ്യാവകാശ ധ്വംസനമാണ്. മനുഷ്യാവകാശ സംരക്ഷണം എക്കാലത്തും മനുഷ്യ പ്രാധാന്യത്തെ കണ്ടിട്ടുണ്ട്. UN-ഉം ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകളും സ്ഥാപിക്കപ്പെട്ട് തന്നെ ഈ ലക്ഷ്യത്തിനാണല്ലോ. UN-ന്റെ നേതൃത്വത്തിൽ 1908 ചരിത്രപ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. അതൊരു സംരക്ഷണം, ഉന്മൂലനം, തടയലുമായിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യങ്ങൾ. അതിനുശേഷം ഒരുപാട് നിയമങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും നീതിക്കും ഭക്ഷണത്തിനും എല്ലാ അവകാശങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. അത് പാവപ്പെട്ടവർക്ക് നിഷേധിക്കുന്നത് പച്ചയ മനുഷ്യാവകാശ ധ്വംസനമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഫലസ്തീനിലേക്ക് നോക്കൂ, അവിടെ കുഞ്ഞുങ്ങൾ പോലും വിശന്ന് മരിക്കുകയാണ്. അവർക്ക് ഉറങ്ങാൻ മേൽക്കൂരകളോ പഠിക്കാൻ വിദ്യാലയങ്ങളില്ല. ജീവിക്കാനുള്ള അവകാശമുള്ള അക്കമേഖല കവർന്നെടുത്തിരിക്കുകയാണ്. എക്കാലത്തും അഭയാർത്ഥികൾ അവകാശ ലംഘനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഐലാൻഡ് കൃത്യം നമ്മൾ മറന്നിട്ടില്ല. റോഹിംഗ്യകളെയും ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെയും ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? ജീവനും കയ്യിൽ പിടിച്ച് യാതൊരു സുരക്ഷയുമില്ലാതെ സമുദ്രത്തിന്റെ നടുവിൽ ആടിയുലെന്ന ബോട്ടിലെ മനുഷ്യ ജീവനുകളെ കുറിച്ച് സംസാരിക്കാൻ ആർക്കാണ് സമയമുള്ളത്? നമ്മുടെ രാജ്യത്തെ പോലും ന്യൂനപക്ഷം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ലേ? അക്ലാഖും ജുനൈദും ആസിഫും മോളുമെല്ലാം സ്വർഗത്തിലേക്ക് പറഞ്ഞത് നമ്മുടെ ഇടയിൽ നിന്നല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് അവസ്ഥ. ഇവിടെയാണ് ഇസ്ലാമിക പാഠങ്ങൾ പ്രസക്തമാകുന്നത്. സാഹോദര്യമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. മനുഷ്യരുടെ മാത്രമല്ല, അത് മറ്റു ജീവിതജാലങ്ങളുടെ അവകാശങ്ങളുടെ മഹാനിക്കതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിദാഇൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ഇന്ന് പ്രചരിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഒരറബിക്കും അനറബികളും ശ്രേഷ്ഠതയില്ല എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. വൈജാതികൾ വേർതിരിവുള്ള മാർഗങ്ങളെല്ലാം പഠിപ്പിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തിനേറെ അടിമകൾക്ക് പോലും ഇസ്ലാം വകുച്ചു നൽകിയ അവകാശങ്ങൾ എത്ര മഹോന്നതമാണ്. യുദ്ധത്തടവുകാരോട് പോലും നീതിയോട് പെരുമാറാണ് പ്രവാചക അധ്യാപനം. കൂട്ടുകാരെ, മനുഷ്യാവകാശങ്ങൾ ഒരിക്കലും ഒരു ചട്ടക്കുട്ടിയിൽ ഒതുങ്ങി നിൽക്കേണ്ടതോ ഫ്രെയിം ചെയ്ത് ചുമരെ തൂക്കിടേണ്ടതോ അല്ല. ഓരോ മനുഷ്യനും നേരിട്ട് അനുഭവിക്കാൻ കഴിയേണ്ടതാണ് മനുഷ്യാവകാശങ്ങൾ. ഇത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ്. അവകാശങ്ങൾ ആരുടെയെങ്കിലും ചുമതലയില്ല, അതെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അവകാശങ്ങൾക്കെതിരെ പോരാടാനും അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നമുക്ക് കഴിയണം. ആരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടാത്ത നല്ല നാളുകൾ നമുക്ക് സ്വപ്നം കാണാം. അതിനെ പ്രാർത്ഥിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.